ഭൂമിയിൽ ഒരുപാട് കാലം ജീവിക്കാൻ ചിലർക്കെങ്കിലും വളരെയധികം ആഗ്രഹമുണ്ടായിരിക്കും. പക്ഷേ വൈദ്യശാസ്ത്രത്തിന്റെ പരിമിതികൾ അതിന് നമ്മളെ അനുവദിക്കുന്നില്ല താനും. എന്നാൽ സാങ്കേതിക വിദ്യയും വൈദ്യശാസ്ത്രവും എന്നേക്കും ജീവിക്കാനുള്ള സ്വപ്നവുമായി പൊരുത്തപ്പെടുന്നതുവരെ നമുക്ക് കാത്തിരിക്കാൻ കഴിഞ്ഞാലോ? അങ്ങനെ ഒരു സാധ്യതയെപ്പറ്റി നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അപ്പോൾ ഒന്ന് സങ്കല്പിച്ച് നോക്കുക. മരിച്ചുപോയ ഒരു വ്യക്തിയെ നമ്മൾ വർഷങ്ങളോ അല്ലെങ്കിൽ ദശാബ്ദങ്ങളോ ഒക്കെ ശേഷം വീണ്ടും ജീവിപ്പിക്കാൻ സാധിക്കുന്ന ഒരു അവസ്ഥയെ പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കുക. അതൊരു പക്ഷേ ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു വസ്തുതയായിട്ടൊക്കെ തോന്നിയേക്കാം. എന്നാൽ അതിനെപ്പറ്റിയാണ് ക്രയോണിക്സ് എന്ന് പറയുന്ന ഒരു ശാസ്ത്രശാഖ വിശദീകരിക്കുന്നത്. ഒരു സയൻസ് ഫിക്ഷൻ സിനിമയൊക്കെ കാണുന്നത് പോലെയുള്ള ഒരു ഫീലിംഗ് ഒക്കെ നമുക്ക് കിട്ടുമെങ്കിൽ യഥാർത്ഥത്തിൽ ചില തങ്ങളുടെ ഭാവികളൊക്കെ ശോഭനമാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു രീതി തിരഞ്ഞെടുക്കുന്നു എന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ക്രയോണിക്സ് എന്ന് പറയുന്ന ഈ ഒരു സാങ്കേതിക വിദ്യയെ പറ്റി അതുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ഈ ചാനലിൽ വരുന്ന കണ്ടന്റുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, അതൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുകളായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് തുടങ്ങിയവ ചെയ്യുക. അപ്പോൾ ഒട്ടും തന്നെ താമസിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സാങ്കേതിക വിദ്യയിലും വൈദ്യശാസ്ത്രത്തിലുമുള്ള ഭാവിയിലെ പുരോഗതി മനുഷ്യവംശത്തിന്റെ പുനരുജ്ജീവനത്തിന് സഹായിക്കുമെന്നും അതേപോലെ മരണത്തിന് കാരണമായിട്ടുള്ള രോഗങ്ങൾ ഭേദമാക്കുമെന്നും ഒരുപക്ഷെ അമരത്വം നൽകുമെന്നും പ്രതീക്ഷയോടെ മനുഷ്യ ശരീരങ്ങളെയോ അല്ലെങ്കിൽ തലച്ചോറുകളെയൊക്കെ ക്രയോജനിക് രീതിയിൽ സംരക്ഷിക്കുന്ന ഒരു രീതിയാണ് ക്രയോണിക്സ് എന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ക്രയോണിക്സിനെ പറ്റി മനസ്സിലാക്കുന്നതിന് മുൻപ് ഇതിന്റെ ചരിത്രം കൂടി മനസ്സിലാക്കുന്നത് വളരെ ഉപകാരപ്രദമുള്ള കാര്യമായിരിക്കും. ക്രയോണിക്സ് എന്ന് പറയുന്ന ആശയം റോബർട്ട് എറ്റിംഗറിൽ നിന്നാണ് ഉത്ഭവിച്ചത്. അദ്ദേഹം ഇതിനായി ഒരു സയൻസ് ഫിക്ഷൻ കഥയിൽ നിന്നാണ് പ്രചോദനം ഉൾക്കൊണ്ടത് എന്ന് മനസ്സിലാക്കുക. 1931 നീൽ ആർ ജോൺസ് ദി ജെയിംസൺ സാറ്റലൈറ്റ് എന്ന് പറയുന്ന പേരിൽ ഒരു കഥ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അതിൽ പ്രൊഫസർ ജെയിംസൺ തന്റെ മരവിച്ച ശരീരം മരണശേഷം അനിശ്ചിതമായി സംരക്ഷിക്കുവാനായി ബഹിരാകാശത്തേക്ക് അയക്കുന്നുണ്ട്. ഈ കഥയിൽ 4 കോടി വർഷങ്ങൾക്ക് ശേഷം അന്യഗ്രഹ ജീവികൾ ജെയിംസന്റെ ശരീരം കണ്ടെത്തുകയും തുടർന്ന് അദ്ദേഹത്തിന്റെ തലച്ചോറിനെ ഒരു റോബോട്ടിക് ശരീരത്തിലേക്ക് മാറ്റുകയും അത് അദ്ദേഹത്തിന് അമരത്വം നൽകുകയും ചെയ്യുന്നതാണ് അതിനകത്തെ കഥ എന്ന് പറയുന്നത്. അപ്പോ ഈ ഒരു കഥയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് എറ്റിംഗർ 1962 ദി പ്രോസ്പെക്ട് ഓഫ് ഇമ്മോർട്ടാലിറ്റി എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചു. ശാസ്ത്രവും സാങ്കേതിക വിദ്യയും ഒടുവിൽ മനുഷ്യരെ മരവിപ്പിച്ച് അമരത്വം നൽകുന്ന ആശയം അതിൽ വിവരിക്കുകയുണ്ടായി. ഐസക് അസിമോവ് ഈ ആശയം ശാസ്ത്രീയമായി വിശ്വസനീയമാണ് എന്ന് നിരീക്ഷിച്ചതോടുകൂടി എറ്റിംഗറുടെ നിർദ്ദേശത്തിന് ഭയങ്കരധികം വിശ്വാസ്യത വർദ്ധിക്കുന്നതായിട്ട് കാണാൻ സാധിച്ചു. ക്രയോണിക്സ് എന്ന് പറയുന്ന ഒരു സാങ്കേതിക വിദ്യയുടെ ഇമ്പോർട്ടൻസ് ഏറ്റവും ഭയങ്കരമായിട്ടുള്ള പീക്ക് ലെവലിലേക്ക് പോകുന്നത് ഈ ഒരു ഘട്ടത്തിലാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ക്രയോണിക്സ് എന്ന് പറയുന്ന ശാസ്ത്രശാഖയെ വൈദ്യശാസ്ത്രപരമായിട്ട് വിശദീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ മരണം സംഭവിച്ച ഒരു വ്യക്തിയുടെ ശരീരത്തിനെയോ അല്ലെങ്കിൽ തലച്ചോറിനെയോ വളരെ താഴ്ന്ന ഊഷ്മാവിൽ, അതായത് ഏകദേശം -196°C സൂക്ഷിക്കുന്ന ഒരു പ്രക്രിയയാണ് എന്ന് പറയാൻ സാധിക്കും. ഭാവിയിൽ വൈദ്യശാസ്ത്രം പുരോഗമിക്കുമ്പോൾ അവരെ പുനരുജ്ജീവിപ്പിക്കാനും അവർക്ക് മരണകാരണമായ രോഗങ്ങളെ ചികിത്സിക്കാനും സാധിക്കുമെന്നുള്ളതാണ് ഇതിലൊരു പ്രതീക്ഷയായിട്ട് നിലകൊള്ളുന്നത് എന്ന് മനസ്സിലാക്കാം. അതൊരു പ്രതീക്ഷയാണ്. ഇപ്പോഴത്തെ വൈദ്യശാസ്ത്രത്തിന് ചികിത്സിക്കാൻ കഴിയാത്ത തരത്തിലുള്ള രോഗങ്ങളെ അതിജീവിച്ച് ഭാവിയിൽ ജീവിക്കുക എന്നതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ട് കണക്കാക്കുന്നത്. ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് കൂടി ഒന്ന് മനസ്സിലാക്കാം. ഒരു മനുഷ്യന് ലീഗൽ ഡെത്ത് സംഭവിച്ചാൽ മാത്രമേ ഇത് ചെയ്യാനാകൂ എന്നതാണ് പ്രത്യേകത. ശേഷം ശരീരത്തിലെ കോശങ്ങൾ കേടുപാടുകൾ സംഭവിക്കുന്നതിന് തടയാൻ വേണ്ടി അതിവേഗം തണുപ്പിക്കുന്ന ഒരു പ്രോസസ്സിലേക്ക് നീങ്ങും. അതിനുശേഷം ആ വ്യക്തിയുടെ ശരീരത്തിലെ ജലാംശം മുഴുവനായിട്ട് നീക്കം ചെയ്തുകൊണ്ട് ക്രയോ പ്രൊട്ടക്റ്റൻസ് എന്ന് പറയുന്ന പ്രത്യേക തരത്തിലുള്ള രാസവസ്തുക്കൾ നിറയ്ക്കുന്നു. ഇത് കോശങ്ങളിലെ ഐസ് ക്രിസ്റ്റലുകൾ രൂപപ്പെടുന്നത് തടയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനുശേഷം ശരീരം ലിക്വിഡ് നൈട്രജൻ സൂക്ഷിച്ചിരിക്കുന്ന വലിയ ക്രയോജനിക് സ്റ്റോറേജ് യൂണിറ്റുകളിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. ലിക്വിഡ് നൈട്രജൻ അഥവാ ദ്രവ നൈട്രജനെ പറ്റി എല്ലാവർക്കും അറിയാവുന്ന കാര്യമൊക്കെ തന്നെയാണ്. ഇത് വളരെ കുറഞ്ഞ ഊഷ്മാവില് ദ്രാവകാവസ്ഥയിലുള്ള ഒരു നൈട്രജന്റെ ഫോമാണ്. ഇതിന്റെ തിളനില ഏകദേശം -196°C ആണെന്ന് കാണാൻ പറ്റും. വ്യാവസായികമായി ദ്രവീകൃത വായുവിൽ നിന്ന് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ് വഴിയാണ് ഇത് വേർതിരിച്ചെടുക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നിറമില്ലാത്തതും ഒഴുക്കൻ സ്വഭാവമായിട്ടുള്ള ഒരു പ്രത്യേകതരം ദ്രാവകമാണ് ഇത് എന്ന് മനസ്സിലാക്കാം.
താഴ്ന്ന ഊഷ്മാവിൽ വസ്തുക്കളെ തണുപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വ്യാപകമായിട്ട് ഇത് ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഈ ദ്രവ നൈട്രജൻ എന്ന് പറയുന്നത് നൈട്രജൻ വാതകത്തെ വളരെ കുറഞ്ഞ താപനിലയിൽ ദ്രാവകാവസ്ഥയിലേക്ക് എത്തിക്കുമ്പോൾ ലഭിക്കുന്ന പദാർത്ഥമാണ് എന്ന് രത്ന ചുരുക്കത്തിൽ പറയാൻ സാധിക്കും. കൃത്യമായ കണക്കുകളൊന്നും പറയാനാകില്ലെങ്കിലും ലോകത്ത് ഏതാനും ചില ക്രയോണിക് സ്ഥാപനങ്ങളാണ് ഇന്ന് പ്രധാനമായിട്ടും ഞാൻ ഈ പറഞ്ഞ ഒരു സംവിധാനം പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നിലവിലെ കണക്കുകൾ പ്രകാരം 500-ലധികം ആൾക്കാർ അവരുടെ ശരീരം മുഴുവനായോ അല്ലെങ്കിൽ തലച്ചോറ് മാത്രമായോ ക്രയോ പ്രിസർവ്ഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ ആയിരക്കണക്കിന് ആൾക്കാർ ക്രയോണിക്സ് എന്ന് പറയുന്ന ഈ ഒരു പ്രോസസ്സ് പരീക്ഷിക്കാനായി രജിസ്റ്റർ ചെയ്ത് കാത്തിരിക്കുകയാണ് എന്നുള്ളതാണ്. അതായത് ഇവരെല്ലാം ലീഗലി മരിച്ചു എന്ന് ഉറപ്പാകുമ്പോൾ ഈ ഒരു സേവനം ഉപയോഗിക്കാൻ താല്പര്യപ്പെടുന്നു എന്നാണ് ചുരുക്കി പറഞ്ഞത്. അപ്പോൾ ഈ രജിസ്റ്റർ ചെയ്ത ആളുകളുടെ കണക്ക്, ഈ ഒരു സംഖ്യ വളരെ ചെറുതായിട്ടൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നിയേക്കാം. കാരണം ഇത് വളരെയധികം ചിലവേറിയ ഒരു പ്രോസസ്സാണ്. അതേപോലെ ശാസ്ത്രീയമായി ഇതുവരെ തെളിയിക്കപ്പെടാത്ത ഒരു പ്രക്രിയ കൂടിയാണ് എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഈ ഒരു സംഖ്യ വളരെ കുറവാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ക്രയോണിക്സ് എന്ന് പറയുന്ന ഈ ഒരു ആശയം ആധുനിക സാങ്കേതിക വിദ്യയുടെ ഫലമാണ് എന്ന് പറയാൻ സാധിക്കും. അതായത് ഈ ക്രയോണിക്സ് എന്ന പേരിൽ നമ്മൾ പുരാതന ചരിത്രമൊന്നും പരിശോധിച്ചു കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രോസസ്സുകളൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്നിരുന്നാലും മരണത്തെ അതിജീവിക്കാനും മരിച്ചവരെ വീണ്ടും ജീവിപ്പിക്കാനും അനശ്വരത നേടാനും മനുഷ്യർ പുരാതന കാലം മുതലേ ആഗ്രഹിച്ചു എന്നതിന് ഒരുപാട് തെളിവുകളൊക്കെ നമുക്ക് മുന്നേ ലഭിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ തെളിവുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ളത് ഈജിപ്ഷ്യൻ മമ്മിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. അത് എല്ലാവർക്കും അറിയാം. ഈ പുരാതന ഈജിപ്തുകാരൊക്കെ അവരുടെ മരണശേഷം ഈ ശവശരീരങ്ങളൊക്കെ മമ്മി ആക്കി സൂക്ഷിച്ചിരുന്ന ഒരു പ്രോസസ്സ് ഉണ്ടായിരുന്നു. മരണാനന്തര ജീവിതത്തിന് ആത്മാവിന് ശരീരം തിരികെ ലഭിക്കുമെന്നൊരു വിശ്വാസമായിരുന്നു അവർക്കിടയിൽ പ്രചരിച്ചിരുന്നത്. അപ്പോൾ ശരീരം കേടുകൂടാതെ സൂക്ഷിക്കാൻ അവർ രാസവസ്തുക്കളും പ്രത്യേക തരത്തിലുള്ള പ്രക്രിയകളും ഒക്കെ ഉപയോഗിച്ചിരുന്നതായിട്ട് നമുക്ക് നന്നായിട്ട് അറിവുള്ള കാര്യമാണ്. ഇതൊരു തരം ബയോളജിക്കൽ പ്രിസർവേഷൻ ആയിരുന്നു എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പക്ഷെ ഞാൻ ഇപ്പോൾ ഈ ക്രയോണിക്സിൽ സൂചിപ്പിച്ചതുപോലെ തണുപ്പിക്കുന്ന ഒരു രീതി അവിടെ ഉപയോഗിച്ചിട്ടില്ലായിരുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ക്രയോണിക്സും ഈ മമ്മിഫിക്കേഷനും തമ്മിലുള്ള വ്യത്യാസം ഈ ക്രയോജനിക്സ് രീതി പ്രയോജനപ്പെടുത്തുന്നു എന്നുള്ളത് തന്നെയാണ്. ലോകമെമ്പാടുമുള്ള പലതരത്തിലുള്ള പുരാണങ്ങളിലും അതേപോലെ മതഗ്രന്ഥങ്ങളിലും മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്നതിനെ കുറിച്ചും മരിച്ചവരെ ജീവിപ്പിക്കുന്നതിനെ കുറിച്ചുമുള്ള ഒരുപാട് കഥകളൊക്കെ നമ്മൾ ധാരാളമായിട്ട് കേട്ടിട്ടുണ്ട്. യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പും ഹിന്ദു പുരാണങ്ങളിലെ മൃതസഞ്ജീവനി വിദ്യകളും ഒക്കെ നമ്മൾ ധാരാളം കേട്ടിട്ടുള്ള കാര്യം തന്നെയാണ്. ചില പ്രാകൃത ഗോത്രവർഗ്ഗങ്ങൾ തണുത്തുറഞ്ഞ മൃഗങ്ങളെക്കുറിച്ചും ചിലപ്പോൾ തണുപ്പേറിയ കാലാവസ്ഥയിൽ ആളുകൾ മരവിച്ച് പിന്നീട് ഉരുകി ജീവൻ പ്രാപിച്ചതിനെ കുറിച്ചുമുള്ള കഥകളൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇതുപോലെയുള്ള ആഗ്രഹങ്ങളും വിശ്വാസങ്ങളും ഒക്കെയാണ് ആധുനിക മനുഷ്യനെ കൊണ്ട് ക്രയോണിക്സ് പോലെയുള്ള പലതരത്തിലുള്ള ആശയങ്ങളിലേക്കൊക്കെ എത്തിക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. മരണം എന്നത് ഒരു അവസാന വാക്കല്ലെന്നും സാങ്കേതിക വിദ്യകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അതിനെ മറികടക്കാൻ കഴിയുമെന്നൊക്കെയുള്ള സ്വപ്നത്തിന്റെ തുടർച്ചയായിട്ട് വേണം നമുക്ക് ഈ ക്രയോണിക്സ് എന്ന് പറയുന്ന ശാസ്ത്രവിദ്യയെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ ആണെങ്കിലും ഇപ്രകാരം ഒരു വ്യക്തിയെ വിജയകരമായി പുനരുജ്ജീവിപ്പിക്കുന്നതിന് ശാസ്ത്രീയമായിട്ട് യാതൊരു തരത്തിലുമുള്ള തെളിവുകൾ ലഭിച്ചിട്ടില്ല എന്നതുകൂടി പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. ശരീരം തണുപ്പിക്കുമ്പോൾ കോശങ്ങൾക്കുണ്ടാകുന്ന കേടുപാടുകൾ, അതേപോലെ ക്രയോ പ്രൊട്ടക്റ്റൻസിന്റെ ദോഷവശങ്ങൾ, ഭാവിയിൽ പുനരുജ്ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള സാങ്കേതിക വിദ്യയുടെ ലഭ്യത തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇതിനൊരു വലിയ വെല്ലുവിളിയായിട്ട് നിൽക്കുന്ന സംഗതികളാണ്. ഭാവിയെക്കുറിച്ച് വലിയ പ്രതീക്ഷകളുള്ളവരും ചില ശാസ്ത്രജ്ഞന്മാരും എല്ലാം ഈ മേഖലയിൽ പ്രവർത്തിക്കുകയും ഇതിൽ നിക്ഷേപങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ട് എന്ന് കൂടി മനസ്സിലാക്കുക. അപ്പോൾ പുതിയ പുതിയ സാങ്കേതിക വിദ്യകളും അതേപോലെ പുതിയതായിട്ടുള്ള പല കാര്യങ്ങളും നേടുന്നതിനും അത് കണ്ടെത്തുന്നതിനും വേണ്ടിയിട്ടുള്ള മനുഷ്യന്റെ ആ ഒരു ത്വര ക്രയോണിക്സ് എന്ന സാങ്കേതിക വിദ്യയുടെ വികാസത്തിന് സഹായിക്കും എന്ന് തന്നെയാണ് നമ്മൾ എല്ലാവരും വിശ്വസിക്കുന്നത്. എന്തായാലും ഭാവിയിലേക്ക് നമുക്ക് കാത്തിരിക്കാം ഈ ഒരു ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും എത്തും വരെ ഇറ്റ്സ് മീ ലിജു സൈനിങ് ഓഫ്.